സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ എണീക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവം തമ്പുരാൻ നമ്മളെ താങ്ങിയതിനായി ദൈവത്തോട് നന്ദി പറയാം, സ്തോത്രം പറയാം. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ സങ്കീർത്തനം 78 സങ്കീർത്തനമാണ് ആസ്പദമാക്കിയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ആസാഫിൻ്റെ ഒരു ധ്യാനമാണ്. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രദ്ധിക്കുവിൻ, എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്ക്കുവിൻ. അപ്പം ചെവിയും കൊണ്ട് നമ്മൾ കേട്ടാലേ, ചെവി കൊണ്ട് നമുക്ക് കേൾക്കാം, കണ്ണുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, മൂക്കുണ്ടെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഈ അവയവങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് സ്ഥാപിച്ച് തന്നിരിക്കുന്ന ആരാണ്? നമ്മുടെ സർവശക്തനായ ദൈവം. ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായ് തുറക്കും, പുരാതന കടങ്കഥകൾ ഞാൻ പറയും. നാം അവ കേട്ട് അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്ന, നമ്മുടെ മാതാപിതാക്കളൊക്കെ അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വെച്ച് നമ്മളോട് പറയുമ്പോൾ അപ്പം നമുക്ക് അറിയത്തില്ലല്ലോ പഴയ കാര്യങ്ങളൊന്നും. അപ്പം പറയുമ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ചില പറയുമ്പോൾ നമുക്ക് സങ്കടം വരും, ചിലപ്പോൾ നമുക്ക് ചിരി വരും. അങ്ങനെ ചിരിക്കാനുള്ളതും ഓർക്കാനുള്ളതും പഴയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവർ പറയുമ്പോൾ കേട്ടിരിക്കാനായിട്ടൊരു രസമുണ്ട്. നാം അവരുടെ മക്കളോട് അവ മറച്ചു വയ്ക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തിയും വിവരിച്ച് പറയും. അപ്പം യഹോവയുടെ സ്തുതി ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തി. നമ്മുടെ ദൈവം എത്രയോ അത്ഭുത പ്രവൃത്തികൾ ചെയ്തിരിക്കുന്ന ദൈവം ആരാണ്? ബലവാനാണ്, ശക്തി മഹിമയും ഉള്ളവനാണ് നമ്മുടെ ദൈവം. അവൻ യാക്കോബിൻ്റെ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു. യാക്കോബിനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ച് യാക്കോബിലാണ് 12 ആമക്കളെ ദൈവം കൊടുത്തില്ല. അവർ 12 ഗോത്രപിതാക്കന്മാരെന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. പിന്നെ യാക്കോബിന് ഒരു മോളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 13 മക്കളെ കൊടുത്ത് ദൈവം തമ്പുരാന് യാക്കോബിനെ അനുഗ്രഹിച്ചു. ഇസ്രായേൽ എന്ന പേരും യാക്കോബിന് ലഭിച്ചു. അവൻ നമ്മുടെ പിതാക്കന്മാരോട് അവ തങ്ങളുടെ മക്കളെ അറിയിക്കാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ, ജനിക്കാനിരിക്കുന്ന മക്കൾ തന്നെ അവ ആഗ്രഹിച്ച് എഴുന്നേറ്റ് മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിങ്കൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരുടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചെറുപ്പം മുതൽ വളർത്തിയെടുക്കാമെങ്കിൽ അവരുടെ ആ വ്യക്തിപരമായ ജീവിതത്തിൽ അവരുടെ ഏത് ഏജിൽ ആകുമ്പോഴും ഇത്ര ഏജ് ആയെന്ന് പറഞ്ഞാലും അവരോട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ പെടുത്തി അവർക്കിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആയുധം ധരിച്ച് വില്ലാളികളായ എഫ്രയീമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. മനുഷ്യ എഫ്രയീം അത് ആരുടെ മക്കളാണ്? അത് യോസേഫിൻ്റെ മക്കളാണ്. അവർ ദൈവത്തിൻ്റെ ഉടമ്പടി പ്രമാണിച്ചില്ല, അവൻ്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവൻ്റെ പ്രവൃത്തികൾ അവർ കാണിച്ച അത്ഭുതങ്ങൾ മറന്നു കളഞ്ഞു. ആ പ്രവൃത്തികളെ മറന്നു കളഞ്ഞ് പ്രവൃത്തികളെല്ലാം മറന്നു കളഞ്ഞ് ജീവിച്ചു. അവർ മിസ്രൈം ദേശത്ത് സോവാൻ വയൽ വെച്ച് അവർ പിതാക്കന്മാർ കാണുകയും അത്ഭുതം പ്രവർത്തിച്ചു. അവൻ സമുദ്രത്തെ വിഭാഗിച്ച് അതിൽ കൂടി അവരെ നടത്തി. ചെങ്കടലിൽ കൂടിയല്ല ദൈവം തമ്പുരാന് രണ്ടായിട്ട് വളർത്തിയാണ് ഇസ്രായേൽ മക്കളെ ദൈവം തമ്പുരാന് രക്ഷിച്ചത് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും. 10 പാതകളയച്ച് എന്നിട്ട് ചെങ്കടൽ വിഭാഗിച്ച് അവരെ വിടിവിച്ച് ദൈവം തമ്പുരാന് അക്കരെ എത്തിച്ചു. അതാണ് അവൻ സമുദ്രത്തിൽ വിഭാഗിച്ചതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറപോലെ കണ്ടു. വെള്ളം ഇങ്ങനെ മാറി നിന്നു. അവർ കടന്നു പോകുന്നിടം വരെയും വെള്ളം. ചെങ്കടൽ നീ എനിക്കായി മാറ്റി തന്നിട്ടും ഞാൻ വീണ്ടും നിന്നോടകന്നിരുന്നപ്പോൾ എൻ്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. ഇതാണ് പല സമയത്ത് മേഘം കൊണ്ടും രാത്രി മുഴുവൻ അഗ്നിപ്രകാശം കൊണ്ട് അവർ നടത്തി. അപ്പോൾ അവർക്ക് പ്രത്യേകമായ പ്രകാശങ്ങളൊക്കെ ആര് കൊടുത്തു? സർവശക്തനായ ദൈവം കൊടുത്തു. അവൻ മരുഭൂമി പാറകൾ പുലർന്ന ആഴികളിൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിക്കാൻ വെള്ളം കൊടുത്തു. കുടിക്കാൻ ഭക്ഷിപ്പാൻ ആഹാരം എല്ലാം ദൈവം അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. പാറയിൽ നിന്ന് അവർ ഒഴുക്കുകൾ പുറപ്പെടുവിച്ചും വെള്ളം നദികൾ പോലെ ഒഴുകുമാറാക്കി. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിനെതിരെ സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ?
മരുഭൂമിയിൽ ഞങ്ങളെ നടത്താനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്നു. അവർക്ക് ആഹാരം കുറഞ്ഞാൽ വെള്ളം കുറഞ്ഞാലും അവർ പിറുപിറുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവൻ ദൈവത്തിനെതിരായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തൻ്റെ ജനത്തിന് അവർ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ആകിയാൽ യഹോവ അത് കേട്ട് കോപിച്ചു. ഉണ്ടോ? യാക്കോബിന് നേരെ തീ ജ്വലിച്ചു, ഇസ്രായേലിന് നേരെ കോപം ഉയർന്നു. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവരുടെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യാതിരുന്നതിനെ തന്നെ. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് മാറിപ്പോയാലും ഭയങ്കര കേട്ടോ. ദൈവത്തിൽ ആശ്രയിച്ച് പുത്തൻ അഭിഷേകത്താൽ നിറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകണം. അവർ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നു. അവർക്ക് ഭക്ഷിക്കുവാൻ അവർക്ക് പ്രത്യേക ഭക്ഷണം ദൈവം കൊടുത്തു. മഞ്ഞ അവർ പെറുക്കി തിന്നുവോളാവോളം കൊടുത്തുകൊണ്ടേയിരുന്നു. മഞ്ഞായിരുന്നു അവരുടെ ഭക്ഷണം. പക്ഷേ സ്വർഗധാന്യം അവർക്ക് കൊടുത്തു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. അതാണ് മനുഷ്യർ ദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു. അവൻ അവർക്ക് തൃപ്തിയാവോളം ആഹാരം കൊടുത്തു. അവൻ ആകാശത്തും കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു, തൻ്റെ ശക്തിയാൽ തെക്കൻ കാറ്റ് വരുത്തി. കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് തെക്കൻ കാറ്റ് വരുത്തി എന്നുള്ളതാണ്. അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെയും മണൽ പോലെയും പക്ഷികളെ ഭക്ഷിപ്പിച്ചു. അതാണ് അവരുടെ പാളയത്തിൻ്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റും അവയെ പൊഴിച്ചു. അങ്ങനെ അവർ ഭക്ഷിച്ചു, തൃപ്തരായി തീർന്നു. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അവരെന്താ ആഗ്രഹിച്ചു അതൊക്കെ ദൈവം അവർക്ക് കൊടുത്തു. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാനിച്ചു തരുവാൻ ആർക്ക് സാധിക്കും? സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. അവരുടെ ബലവാന്മാരായവർ ചിലരെ കൊന്നു, ഇസ്രായേലി യൗവനക്കാരെ സംഹരിച്ചു. ഇതെല്ലാമായിട്ട് അവർ പിന്നെയും പാപം ചെയ്തു. അവൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ പിന്നീട് അവർ വിശ്വസിച്ചുമില്ല. അതുകൊണ്ട് അവൻ അവരുടെ നാളുകൾ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങൾ അതിവേഗത്തിലും കഴിയുമാറാക്കി. അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിച്ചു. അവർ തിരിഞ്ഞ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിച്ചു. ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നും അവർ ഓർത്തു. എങ്കിലും അവർ വായ് കൊണ്ട് അവനോട് കാപട്യം സംസാരിക്കുകയും നാവുകൊണ്ട് അവനോട് വ്യാജം പറയുകയും ചെയ്തു. അവരുടെ ഹൃദയം അവങ്കിൽ സ്ഥിരമായിരുന്നില്ല. ഉണ്ടോ? അവൻ്റെ ഉടമ്പടിയോട് അവർ വിശ്വസ്തത കാണിച്ചില്ല. എങ്കിലും അവൻ കരുണയുള്ളവനായതുകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. തൻ്റെ ക്രോധം മുഴുവൻ ജ്വലിപ്പിക്കാതെ തൻ്റെ കോപം പലപ്പോഴും അടക്കിക്കളഞ്ഞു. മാതാപിതാക്കളൊക്കെ നമ്മളെ ചെറിയ രീതിയിലൊക്കെ അടിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യും. എന്തിനാ? അത് നല്ലതിന് വേണ്ടിയിട്ടാണ്. അവർ അവൻ്റെ ശക്തിയും അവൻ ശത്രുവിൽ നിന്ന് അവരെ വിടുവിച്ച ദിവസവും ഓർത്തില്ല. അവൻ മിസ്രൈമിൽ ചെയ്ത തൻ്റെ അടയാളങ്ങളും സോവാൻ വയലിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളും തന്നെ. ഉണ്ടോ? അവൻ അവരുടെ നദികളും തോടുകളും അവർക്ക് കുടിക്കാൻ കഴിയാതെ വണ്ണം രക്തമാക്കി തീർത്തു. അവൻ അവരുടെ ഇടയിൽ ഈച്ചകളെ അയച്ചു. ഉണ്ടോ? അവരുടെ ഇടയിലേക്ക് ഒത്തിരി ഈച്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നാ അത് ഈച്ചകളെ അയച്ചു. അവർക്ക് നാശം ചെയ്തു. അവരുടെ വിള അവൻ വിട്ടിലും അവരുടെ പ്രയത്നം വെട്ടുക്കിളിയാണ് മുഴുവൻ തകർത്ത് കളയുന്ന വെട്ടുക്കിളി. അവൻ അവരുടെ കന്നുകാലികളെ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടം ഇടുത്തിക്ക് ഏൽപ്പിച്ചു. കൽമഴ, ഇടുത്തി, വെട്ടുക്കിളി ഒക്കെ ബാധകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അവൻ അവരുടെ ഇടയിൽ തൻ്റെ കോപാഗ്നിയും ക്രോധവും ദോഷവും കഷ്ടത അയച്ചു. അനർത്ഥം ദൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ. അവൻ തൻ്റെ കോപത്തിന് ഒരു പാത ഒരുക്കി. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാതെ അവരുടെ ജീവനെ പകർച്ചവ്യാധിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. അവൻ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂലുകളെയും ഹാം കൂടാരത്തിലുള്ളവരുടെയും വീര്യത്തിൻ്റെ പ്രഥമ ഫലത്തെ ഷേം, ഹാം, യാഫത്ത് അതാരാ? നോഹയുടെ മക്കളാണ് ഷേം, ഹാം, യാഫത്ത്. എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആടുകളെപ്പോലെ പ്രവചിച്ചു. മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെപ്പോലെ അവരെ നടത്തി. അവൻ അവരെ നിർഭയമായി നടത്തിയതിനാൽ അവർക്ക് ഭയമുണ്ടായില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. അവൻ അവരെ താൻ വിശുദ്ധ ദേശത്തിലേക്കും തൻ്റെ വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അപ്പം അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ചരടുകൊണ്ട് അളന്ന് അവർക്ക് അവകാശം പകുത്തു കൊടുത്തു. ഇസ്രായേലിന് ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു. അവൻ്റെ സാക്ഷ്യങ്ങൾ പ്രമാണിച്ചതുമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രയോ വലുതാണ് അല്ലേ? ആകാശത്തെയും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തെ, നമ്മൾ ഈ ജീവനുള്ള ദൈവത്തെ ഒന്ന് വിളിച്ചു നോക്കിക്കേ.
ദൈവത്തിൻ്റെ ആ പ്രവൃത്തി നമുക്ക് വെളിപ്പെട്ട് വരും. നീ ദൈവത്തോട് നിലവിളിച്ചാൽ, നീ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നാൽ ദൈവം താഴേക്കിറങ്ങി വരും, വന്നു നിന്നോട് ചേർന്നു നിൽക്കും. ദൈവം നിന്നെ കൈവിടുകയില്ല, ദൈവം നിന്നെ കാണാതിരിക്കില്ല, ദൈവം കണ്ണുനീർ മറികടന്നു പോകുകയില്ല, ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ മടിക്കുകയില്ല. നീ ദൈവത്തോട് നിലവിളിച്ചാൽ, നീ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നാൽ ദൈവം താഴേക്കിറങ്ങി വരും, വന്നോട് ചേർന്നു നിൽക്കും. വന്നു നമ്മോട് ചേർന്ന് നിൽക്കും. ആര്? ദൈവം. നമ്മളെ നമ്മുടെ ഏത് പരിശോധനകൾ കൂടി, നിന്ദകൾ, പരിഹാസങ്ങൾ എല്ലാത്തിനും കൂടി കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ ഒരു അദൃശ്യ ശക്തി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത് മൺകൂടാരമാണ്. ഇതിലകത്ത് ഒരു ആത്മാവിനെ ദൈവം തമ്പുരാൻ നൽകി തന്നിട്ടുണ്ട്. അത് മതി നമ്മുടെ ദൈവത്തിന്. ഈ ആത്മാവിനെ നേടിയെടുത്തുകൊണ്ട് എല്ലാവരും മുമ്പോട്ട് യാത്ര ചെയ്യുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. നിങ്ങൾ അതായത് പ്രഭാതത്തിലൊക്കെ ഒന്ന് എണീറ്റ് ഒക്കെ ഒന്ന് കഴിയിട്ടൊക്കെ വന്നിട്ടേ ബൈബിളൊക്കെ എടുത്തൊന്ന് വായിക്കണം. അതിന് എന്തൊരു സന്തോഷം തോന്നും. ദൈവത്തോട് പ്രാർത്ഥിക്കണം, എന്തൊരു സന്തോഷം തോന്നും. ദൈവത്തെ കുറച്ച് നേരം ഒന്ന് ആരാധിക്കണം, എന്തൊരു സന്തോഷം തോന്നും. പിന്നെ രാത്രിയിൽ നമുക്ക് കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ സമാധാനം ആവശ്യമാണ്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടോ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലേ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. യഹോവ നിർഭയം വസിക്കുമാറാക്കി മാത്രമേ നമുക്ക് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിലുള്ളവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് കയറുക. നിങ്ങൾക്ക് മെസ്സേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എന്നെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ പേര് ജെസ്സി എന്നാണ്. ജെസ്സി മോളെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ഇത്രയും ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവം തമ്പുരാൻ എനിക്ക് നൽകി തന്ന എന്നെ ജയത്തോടെ നടത്തുന്ന ആ ദൈവത്തിന് ഞാൻ നന്ദിയും പറഞ്ഞ് നന്ദിയോടുകൂടെ ജീവിക്കുന്നത്. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പം ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കഴിവും എടുക്കും നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. അപ്പോൾ ദൈവമാണ് നമ്മളെ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ജയത്തോടെ നടത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ സകലവും തകർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് നമ്മൾ ഒരു ആശ്വാസവാക്ക് പറയുകയും സ്നേഹമായിട്ട് ഇടപെടുകയും ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്. അപ്പം ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മളിലേക്ക് പകർന്നു തന്നിരിക്കുകയാണ്. നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് അവരെ നമുക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ലല്ലോ. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഭവനത്തിലുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള നമ്മളോടൊരു സ്നേഹം ആണ്. അവരുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ആ സ്നേഹം എത്രയോ നിലനിൽക്കുന്ന സ്നേഹമാണ്. നമ്മളോട് നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ ആ സ്നേഹം നമ്മളിലേക്ക് പറഞ്ഞു തന്നവർ നമ്മൾ ഒരിക്കലും നമുക്ക് അവരെ മറക്കാൻ പറ്റത്തില്ല. അതാണ് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ നീതി എല്ലാവരിലും ദൈവം നടത്തട്ടെ. സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. സ്തോത്രം.